മറ്റൊരു വാർത്ത. വൈക്കത്ത് ദളിത് ചിന്തകൻ സണ്ണി എം കബിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് കോൺഗ്രസ് പ്രമേയം. വൈക്കം തലയോലപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റികൾ പ്രമേയം പാസാക്കി. ഗാന്ധിജിയെയും കോൺഗ്രസ് പ്രസ്ഥാനത്തെയും അപമാനിച്ചയാളാണെന്നും വിമർശനമുണ്ട്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, സണ്ണി എം കബിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കുന്ന തരത്തിലേക്കൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് നമ്മളൊക്കെ വാർത്ത നൽകിയതാണ്. ഇപ്പോൾ അതിൽ വിമർശനമാണോ ഉയരുന്നത്? അനുജ, തീർച്ചയായിട്ടും കടുത്ത വിമർശനത്തിലേക്ക് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ വലിയ എതിർപ്പുണ്ട്. അതായത് സംസ്ഥാന നേതൃത്വം സണ്ണി എം കബിക്കാടിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ദളിത് വോട്ടുകളൊക്കെ സമാഹരിക്കാൻ അല്ലെങ്കിൽ വലിയ ഒരു മുന്നേറ്റം ആ ഒരു മേഖലയിൽ നടത്താനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തിയത്. എന്നാൽ പ്രാദേശികമായി സണ്ണി എം കബിക്കാടിനോട് വലിയ എതിർപ്പാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഒരു പ്രമേയമാണ്. വൈക്കം അതുപോലെ തന്നെ തലയോലപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റികൾ ഇന്നലെ ചേർന്ന് സണ്ണി എം കബിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. അതിൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ ഇതാണ്: ഗാന്ധിയൻ ദർശനങ്ങളെയും ഗാന്ധിജിയെയും കോൺഗ്രസ് പ്രസ്ഥാനത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പല പ്രസംഗങ്ങളിലും സണ്ണി എം കബിക്കാട് നടത്താറുണ്ട്. അത്തരത്തിലുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും ഗാന്ധിജിയുമൊക്കെ അംഗീകരിച്ചുകൊണ്ട് ആ ആദർശം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യമാണ് ഈ പ്രമേയത്തിലൂടെ അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് KPCCക്ക് ഈ പ്രമേയം അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രാദേശികമായിട്ടുള്ള നേതാക്കളിൽ ചില ആളുകൾ നേരിട്ട് VD സതീശനെ അടക്കം കണ്ട് അവരുടെ എതിർപ്പ് അറിയിക്കാനുള്ള ചില നീക്കങ്ങൾ കൂടി നടത്തുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ എന്താണ് പറയുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം സതീശന്റെ യാത്ര കടുത്തുരുത്തിയിലെത്തിയപ്പോൾ അവിടെ എത്തി ആ യാത്രയ്ക്ക് പിന്തുണ അർപ്പിച്ചിരുന്നു സണ്ണി എം കബിക്കാട്. അങ്ങനെ കോൺഗ്രസുമായി കൂടുതൽ അടുക്കുകയായിരുന്നു. സജീവമായി പരിഗണനയിലുണ്ട് അദ്ദേഹത്തിന്റെ പേര് എന്നുള്ള വാർത്തകൾ വരികയും അത് കോൺഗ്രസ് വൃത്തങ്ങൾ രഹസ്യമായി തന്നെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പേരിൽ തന്നെയാണ് അത് സജീവമായ ആ പേര് ചർച്ചയായത്. എന്തായാലും അതിൽ വലിയ അതൃപ്തിയാണ് ഇപ്പോൾ വൈക്കത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും തലയോലപ്പറമ്പിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഉള്ളത് എന്നാണ് ഈ പ്രമേയത്തിലൂടെ. സണ്ണി എം കബിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നതാണ് വൈക്കം തലയോലപ്പറമ്പ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ ആവശ്യം. പ്രമേയം പാസാക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.